സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമനെ അടിമുടി തകർക്കാൻ തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് സുമിത്രയും ബലരാമനും. ബലരാമൻ എത്ര തിരിച്ചടികൾ കിട്ടിയാലും പഠിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതല്ലേ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാനുള്ള അവസരം അയാൾക്ക് കിട്ടുന്നത്. പറ്റിക്കാൻ വേണ്ടി ആളുകൾക്ക് തോന്നുകയും ചെയ്യുന്നത്. ഭാഗ്യശ്രീക്ക് ഏട്ടനെന്ന് വെച്ച ദൗർബല്യമാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് ഭാഗ്യശ്രീയെ നിലയ്ക്ക് നിർത്താൻ ബലരാമനെ ദ്രോഹിക്കും എന്നവർ പറയുന്നത്. എന്തായാലും ആ അടവ് ഫലിക്കുമോ എന്നറിയില്ല. ഭാഗ്യശ്രീ അവരാവശ്യപ്പെട്ട പണം കൊടുക്കുമോ എന്നും അറിയില്ല. പണം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുക എന്നും അറിയില്ല. അവരെന്തൊക്കെ ചെയ്യുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ ബാലുവൊക്കെ അത്ര ദുഷ്ടനാണ്. ഇപ്പോൾ വീണ്ടും ബലരാമനെ പൂങ്കണ്ണീര് കാണിച്ചാണോ സ്വാധീനിച്ചിരിക്കുന്നത് എന്നറിയില്ല. എന്ത് പറഞ്ഞാണ് സ്വാധീനിച്ച് എന്തായാലും വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ബലരാമൻ അവരോട് പെരുമാറുന്നത്. ബലരാമൻ അവർ മുൻപ് ചെയ്തതൊക്കെ ചില സമയത്ത് അവരുടെ പാവമായിട്ടുള്ള ആക്ടിങ് കാണുമ്പോൾ മറന്നു പോവുകയാണെന്ന് തോന്നുന്നു. ഇനി എന്നാണാവോ ബലരാമൻ അവരെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക. ഈ പ്രവൃത്തി കൊണ്ട് തന്നെ കൃഷ്ണന് ശരിക്കും വീണ്ടും സംശയം തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ കുറേശ്ശെ സംശയം തുടങ്ങിയിരിക്കുകയാണ് കൃഷ്ണന്. കൺമണിയും ബലരാമൻ അവരോട് സ്നേഹത്തോടെ പെരുമാറി എന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം തോന്നുക തന്നെ ചെയ്യും. തൽക്കാലം കൃഷ്ണനോട് അവൾ ബലരാമനെ സംശയിച്ച് പറഞ്ഞപ്പോൾ എതിർത്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും സംശയിക്കും. തളർന്ന് വീണ് പോയി എന്ന് കൺമണിയും കൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചിരിക്കുന്ന സുമിത്രയും ബാലുവും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്ന കാര്യം അവർ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കാശ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിണങ്ങി ആ വക്കീൽ കൂടി അവരുടെ അടുത്തേക്ക് ചെല്ലും. അയാൾ കൂടി വന്നാൽ അവരെ തോൽപ്പിക്കുക കൺമണിക്കും കൃഷ്ണനും വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും. ഭാഗ്യശ്രീ അവർക്ക് പണം നൽകാനാണ് കേട്ടോ സാധ്യത. കൂടാതെ അവരുടെ കൂട്ടത്തിൽ മാനസ ചേർന്നതുപോലെ ഇപ്പോൾ സഹായം ചെയ്യാൻ ആരും ഇല്ലാതായിരിക്കുന്ന വരുണും കൂടാൻ ചാൻസ് ഉണ്ട്. ബലരാമൻ ഭാഗ്യശ്രീ പണം കൊടുത്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറും എന്നറിയില്ല. കൃഷ്ണയെയും കൺമണിയെയും കൊല്ലാൻ വേണ്ടിയിട്ട് സുമിത്ര ആളെ വിടുമ്പോഴായിരിക്കും മിക്കവാറും അവരെ തള്ളിക്കളയുക ബലരാമൻ. കൃഷ്ണൻ്റെ വായിൽ കൂടി കൃപയും ബലരാമനാണ് അവരെ കൊല്ലാൻ ആളെ വിട്ടത് എന്നുള്ള കൃഷ്ണൻ്റെ സംശയത്തോടെയുള്ള തുറന്ന പറച്ചിൽ കേൾക്കുമ്പോൾ ബലരാമനെ അത്യധികം സ്നേഹിക്കുന്ന അവൾ അയാളിൽ നിന്നും അകലാനാണ് സാധ്യത. അത് തന്നെയാണല്ലോ സുമിത്രയ്ക്കും ബാലുവിനും വേണ്ടത്. അവരാരും സ്നേഹിക്കപ്പെടാതെയും വെറുക്കപ്പെട്ടവനുമായി പോയാൽ അയാൾ വീണ്ടും അവരുടെ കാലടിയിലേക്ക് അടിമയെ പോലെ ചെല്ലുക എന്നുള്ളത്. അങ്ങനെ ജ്യോത്സ്യൻ കല്യാണ ദിവസവും മുഹൂർത്തവും കുറിക്കുമ്പോൾ അത് ഏതാണ്ട് തിരുമേനി ആ മുഹൂർത്തം എന്താണെന്നൊക്കെ സാഗർ ചോദിക്കുന്നുണ്ട്. അവരുടെ കല്യാണ തീയതി അവരോട് തന്നെ പറയണമെന്നുള്ള നിമിത്തം കാണിക്കുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ ജ്യോത്സ്യൻ. ഇതേ സമയം തന്നെ അവർ വരികയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് സാഗർ അവരെ വിളിച്ച് നിങ്ങളുടെ വിവാഹ തീയതി കേൾക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ വിവാഹ തീയതി ജ്യോത്സ്യൻ പറയുന്നു. ഇത് കേട്ട് അവർക്ക് സന്തോഷമാവുന്നുണ്ട്. അവർ പരസ്പരം തമ്മിൽ നോക്കി ചിരിക്കുകയാണ്. ബലരാമൻ കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് കൃഷ്ണ കൈ കൊടുക്കാൻ നോക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ ബലരാമനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കൃഷ്ണ അവിടെ നിന്നും പോവാണ്. പിന്നീട് ബലരാമനൊരു കോള് വരുന്നുണ്ട്. ആ കോളിൽ അയാൾ വല്ലാതെ മൂഡ് ഓഫ് ആവുന്നുണ്ട് കേട്ടോ. മാനസ ശ്രീദേവിയെ വിളിച്ച് പലർക്കും അറിയില്ല മാനസ ആരാണെന്ന്. ഞാൻ വരുന്നുണ്ട് പലരുടെയും സന്തോഷം കെടുത്താൻ എന്ന് പറയുന്നു. അങ്ങനെ ശ്രീനിയും മനോജും ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ കൺമണിയും കൃഷ്ണും സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അത് കണ്ട് നമുക്കും സന്തോഷിക്കാം എന്നൊക്കെ മനോജിൻ്റെ കൈപിടിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്